ദില്ലിയിൽ AI ഉച്ചകോടി നടക്കുന്ന ഭാരത് മണ്ഡപത്തിൽ അർദ്ധനഗ്നരായ യൂത്ത് കോൺഗ്രസുകാർ കയറി ബഹളമുണ്ടാക്കി. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിലായിരുന്നു രാജ്യത്തിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രതിഷേധം. ആഗോള നേതാക്കൾ പങ്കെടുക്കുന്ന AI ഉച്ചകോടിയിൽ ഭാരത് മണ്ഡപത്തിനുള്ളിൽ ഷർട്ട് ധരിക്കാതെ യൂത്ത് കോൺഗ്രസുകാർ. മോദിക്കെതിരെ വിദ്വേഷ മുദ്രാവാക്യം. യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ ഷർട്ട് ധരിക്കാതെ പ്രതിഷേധിച്ചു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ദേശീയ താൽപര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തതായി പ്രതിഷേധക്കാരുടെ ആരോപണം. എന്നാലും നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഷർട്ടിടാതെ ഭാരത് മണ്ഡപത്തിൽ കയറുകയായിരുന്നു യൂത്ത് കോൺഗ്രസുകാർ. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 10 പ്രവർത്തകർ കസ്റ്റഡിയിലാണ്. എല്ലാ യൂത്ത് കോൺഗ്രസുകാരും വലയിലാണെന്നും അറസ്റ്റ് നടപടികൾ നടക്കുന്നുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭാരത് മണ്ഡപത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് ഷർട്ട് ധരിക്കാതെ പ്രതിഷേധിച്ചത് നമ്മുടെ ദേശീയതയ്ക്ക് നിരക്കുന്നതല്ല. വിശിഷ്ടാതിഥികളെ വിളിച്ചു വരുത്തി ഇന്ത്യ നടത്തുന്ന ഒരു ഉച്ചകോടിയിൽ ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു. 10 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ ഷർട്ട് ധരിക്കാതെ മോദിക്കെതിരെയായിരുന്നു മുദ്രാവാക്യം ഉയർത്തിയത്. അവർ ധരിച്ച ഷർട്ടുകൾ ഊരി വലിച്ചെറിയുകയായിരുന്നുവെന്ന് AI ഇംപാക്ട് ഉച്ചകോടി വേദിയിലെ ഒരു പ്രദർശന ഹാളിനുള്ളിൽ ഷർട്ടില്ലാതെ പ്രകടനം നടത്തിയതിനെ തുടർന്ന് ഏകദേശം 10 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് പറഞ്ഞു. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് സംഘം ഉച്ചകോടി വേദിയിലെ 5-ാം നമ്പർ ഹാളിൽ പ്രവേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ഇത് ഉയർന്ന നിലവാരമുള്ള പരിപാടിക്കിടെ ഒരു ചെറിയ ബഹളത്തിന് കാരണമായി. അവരെ ഉടൻ നീക്കം ചെയ്യുകയും തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ക്രമസമാധാന നില ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ചിത്രങ്ങൾ പതിച്ച വെളുത്ത ടീഷർട്ടുകൾ ധരിച്ചോ കൈവശം വെച്ചോ പ്രതിഷേധക്കാർ ഹാളിലേക്ക് മാർച്ച് ചെയ്തതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ, എപ്സ്റ്റീൻ ഫയലുകൾ, പ്രധാനമന്ത്രി വിട്ടുവീഴ്ച ചെയ്തു തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഷർട്ടുകളിൽ ഉണ്ടായിരുന്നു. പെട്ടെന്നുള്ള പ്രതിഷേധം ചില സന്നിഹിതരും പ്രകടനക്കാരും തമ്മിൽ ചൂടേറിയ വാക്കേറ്റത്തിന് കാരണമായി. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് അവരെ വേദിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള നയരൂപകർത്താക്കൾ, വ്യവസായ നേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ ആകർഷിച്ച ഉച്ചകോടി കൂടുതൽ തടസ്സങ്ങളില്ലാതെ തുടർന്നു. പ്രതിഷേധക്കാർ രാഷ്ട്രീയ ബന്ധം സൂചിപ്പിക്കുന്ന പാർട്ടി പതാകകളോ ദൃശ്യചിഹ്നങ്ങളോ വഹിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. എന്നിരുന്നാലും കസ്റ്റഡിയിലെടുത്ത വ്യക്തികളിൽ ഒരാൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസുമായി ബന്ധമുള്ളതായി അവകാശപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് IYCയിൽ നിന്ന് ഉടനടി ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഉണ്ടായില്ല. ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026 വേദിയിൽ യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘം പ്രതിഷേധ പ്രകടനം നടത്തിയതിനെ തുടർന്ന് ഭാരത് മണ്ഡപത്തിനുള്ളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തടസ്സത്തെ തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും സമുച്ചയത്തിന്റെ ചില ഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല ഉച്ചകോടിയിൽ പ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും അന്താരാഷ്ട്ര പങ്കാളികളും പങ്കെടുക്കുന്നതിനിടെയാണ് നാണംകെട്ട പ്രതിഷേധം അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.